ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അഞ്ചപ്പം പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് 1 തിമോത്തിയോസ് 6:12 അതിമനോഹരമായൊരു വചനമാണ്. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യും. പോരാട്ടം എന്ന് പറഞ്ഞാൽ തന്നെ അത് സാധാരണ രീതിയിലുള്ള ഒരു യുദ്ധമല്ല, അത് ഒരു പോരാട്ടമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്താൻ, അതുപോലെ നിത്യജീവനെ പിടിക്കുക എന്നല്ല, നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. അപ്പം വളരെ വളരെ പ്രാധാന്യത്തോടെ ദൈവവചനം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. വിശ്വാസ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ അതിശക്തമായ നല്ല പോരാട്ടം നടത്തണം. അതുപോലെ നിത്യജീവൻ ഏറ്റവും വിലയുള്ളതായതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കണം. ഇതിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ കൂദാശകൾ സ്വീകരിക്കുമ്പോഴും ഏറ്റുപറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്താൻ, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം എന്താണ്? 1 യോഹന്നാൻ 2:25 പറയുകയാണ്, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രാധാന്യം ഏറിയ, ഏറ്റവും മനോഹരമായ വാഗ്ദാനം എന്ന് പറയുന്നത് നിത്യജീവനാണ്. സങ്കീർത്തന പുസ്തകം 63 അധ്യായം 8 തിരുവചനം, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. പ്രകാരം പറയാനൊക്കെ നമുക്ക് സാധിച്ചാൽ ഇത്ര മനോഹരമല്ലേ? എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. ഇപ്പോൾ വേദനകളിലൂടെയോ ബുദ്ധിമുട്ടുകളിലൂടെയോ സഹനങ്ങളിലൂടെയോ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒട്ടിച്ചേർന്നാണോ അതോ കർത്താവിന്റെ വലതുകരം എൻ്റെ കൂടെയുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്ത വരാം. അപ്പോൾ 1 പത്രോസ് 5 അധ്യായം 10-11 തിരുവചനങ്ങൾ നമുക്ക് വീണ്ടും പ്രത്യാശ നൽകുകയാണ്. തന്റെ നിത്യമഹത്വത്തിലേക്ക്, അതായത് നിത്യജീവനിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെ പൂർണ്ണരാക്കാൻ, നമ്മളെ ശക്തരാക്കാൻ, നമ്മളെ കുറവില്ലാതെ വഴി നടത്താൻ ഒക്കെയും കർത്താവിന് സാധിക്കും. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്താം, നിത്യജീവനെ മുറുകെ പിടിക്കാം. എങ്ങനെയാ? വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം, നിത്യജീവനെ മുറുകെ പിടിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.